in the presence of the Lord to worship our God in this manner. And ദൈവമായ കർത്താവിൻ്റെതായ കരുതൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി സഹായിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ പകൽവേളയിൽ വളരെ ചുരുക്കം പേരായിരിക്കുന്നതായ നമുക്ക് പലർക്കും ഹല്ലേലൂയ പോർട്ട്ലാൻഡിൽ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. കടന്നു വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലൊക്കെയും ദൈവമായ കർത്താവിൻ്റെ കരുതൽ കൂടെ ഉണ്ടായിരുന്നു. ക്ഷേമത്തോടെ കടന്നു ചെന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ യോഗങ്ങൾ പങ്കുകൊണ്ട് ക്ഷേമത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ കരുതൽ നമുക്ക് കർത്താവ് നൽകി. നമ്മുടെ പോക്കിൽ വരവിൽ ഒക്കെയും ദൈവ കരുതൽ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെതായ എല്ലാവിധ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും സന്തോഷമാണല്ലോ അല്ലേ? Praise the Lord. Hallelujah. We are in the presence of God. Let's acknowledge the presence of God. Hallelujah. Let's keep on worshiping. And so He was there in our goings and comings and provided everything that we needed in our Christian life, in our personal, family life. And as we are here to pour out our hearts with thankfulness, let's continue to pour out with praises and worship. Hallelujah. With our attitude towards the presence of God. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ICയുടെ ഗ്രൂപ്പിൽ അറിഞ്ഞതുപോലെ പാസ്റ്റർ ഷിജു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി നമ്മളിവിടെ കടന്നു വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്നു. ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. ചില കുഴപ്പങ്ങൾ അവന് ബ്ലോക്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അത് ടേക്ക് കെയർ ചെയ്യുവാൻ തക്കമടിയായി ഇപ്പോൾ റിക്കവറി സ്റ്റേജിലാണ്. കർത്താവ് പരിപൂർണമായി സൗഖ്യം നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചതായ മറ്റൊരു കാര്യമാണ് ഹല്ലേലൂയ പാസ്റ്റർ ജോയ് അല്ലെങ്കിൽ IPCയുടെ ഒരു സെൻട്രൽ പാസ്റ്റർ കൂടെയാണ്. ഇവർക്ക് പലർക്കും നിങ്ങൾക്ക് അറിയാവുന്നതായ കർത്താവിൻ്റെ ദാസനെ എനിക്കറിയാം. എനിക്ക് മനസ്സിലാകുന്നത് പ്രിയ കുഞ്ചാൻ്റെ കൂട്ടുകാരനും കൂടെയായിരുന്നു തോന്നുന്നു അല്ലേ? ഒന്നിച്ചവർ അതേ സമപ്രായക്കാരാണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗഖ്യമില്ലാതിരുന്നു. എന്നാൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെതായ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവകൃപ എല്ലാവർക്കും കർത്താവ് പിന്നെയും നൽകട്ടെ. നമ്മയും കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ പോക്കിലെ വരവിൽ എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമായിരുന്ന പ്രായമുള്ളവരിലും യൗവനക്കാരിലും കുഞ്ഞുങ്ങളിലും എല്ലാം ദൈവകൃപ കർത്താവ് നൽകി തന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ആധാരമായി വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പൽക്കാലം ഞാൻ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെതായ വേദപുസ്തകത്തിലെ സകല വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ളതായ വേദഭാഗമാണ് ഇന്ന് പൽക്കാലം നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മതി. Okay. Reading from Matthew chapter 8 verse 5 onwards. When Jesus had entered Capernaum, a centurion came to him asking for help. Lord, he said, my servant lies at home, paralyzed and in terrible suffering. Jesus said to him, I will go and heal him. The centurion replied, Lord, I do not deserve to have you come under my roof, but just say the word, and my servant will be healed. For I am myself a man under authority, with soldiers under me. I tell one, go, and he goes, and the other one, come, and he comes. I say to my servant, do this, and he does it. When Jesus heard this, he was astonished and said to those following him, I tell you the truth, I have not found anyone in Israel with such great faith. Amen. Praise the Lord. നാം വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച്
സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടനങ്ങൾ ഒന്നാണ് ഈ പാസേജ് നമ്മെ വെളിവാക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. What we recognize is, as we go through Bible and the Gospel, this passage is perhaps the strongest demonstration of faith. ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം ഒരു യഹൂദനല്ലായിരുന്നു. What we know of this person, he is not a Jew. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനതയുടെ ഒരു ഭാഗമായിരുന്നില്ല. അദ്ദേഹത്തിന് ന്യായപ്രമാണങ്ങളോ വിശ്വാസത്തിൻ്റെ സംവിധാനങ്ങളോ ഒന്നും തന്നെ അധികമായിട്ട് അറിയാമെന്ന വ്യക്തിയല്ലായിരുന്നു. He is not a person familiar with the doctrines. He does not know, he was not called. എന്നാൽ എന്നിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് യേശുവിൻ്റെ അധികാരവും ദൈവമായ കർത്താവിന് ഉണ്ടായിരുന്നതായ സർവശക്തിയും ഒക്കെയുമുള്ള അതിലുള്ളതായ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. But despite this, what he had is he had a faith and he recognizes that there is an almighty power in Jesus. അപ്പോൾ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് the faith that amazes Jesus, യേശുവിനെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം എന്നുള്ളതായ വിഷയത്തോട് അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. The topic of the sermon this morning is a faith that amazes Jesus. ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മുടെ കർത്താവിനെ അതിശയിപ്പിക്കുന്നതായ തരത്തിൽ വരണമെന്നുള്ളതാണ് ദൈവമായ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും താല്പര്യപ്പെടുന്നത്. What God expects from each of us, you and me, is that we have a faith that can amaze him. അപ്പോൾ നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ പേര് തന്നെ വിശ്വാസികൾ എന്നാണ്. എന്നാൽ എല്ലാവരെ പോലുമല്ല ഈ വ്യക്തിയെ പോലെ, ഈ ശതാധിപനെ പോലെ കർത്താവ് പോലും അതിശയിപ്പിക്കുന്നതായ തരത്തിലുള്ളതായ വിശ്വാസമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. We have faith. We are called believers for this. But what we are expected is to have, like the centurion, a faith that can amaze him. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ആളുകൾ we have faith, recognize the need. വിശ്വാസം ആവശ്യത്തെ തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. The first point is that faith is that recognizes the need. ഇവിടെ ഈ സെഞ്ചുറിയനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ശതാധിപനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ ശതാധിപൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് തൻ്റെ സ്വന്തം ആവശ്യപ്രകാരം, സ്വന്തം ആവശ്യം പറയാനായിട്ടല്ല. What we recognize of this person, he is not coming to Jesus for his own personal need. ആമേൻ. തൻ്റെ ഭവനത്തിലായിരിക്കുന്നതായ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ജോലിക്കാരന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ അധികാരത്തിന് കീഴിലുള്ളതായ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. Instead, he is coming on behalf of someone who works under him. തൻ്റെ ദാസൻ തളർവാദം പിടിപെട്ട് ഭയങ്കരമായ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുകയാണ്. Now this person is almost paralyzed and is going through terrible suffering. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ താൻ കടന്നു പോകുന്നതായ വേളയിൽ ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെതായ ഒരു ആവശ്യകതയെ കുറിച്ച് താൻ മനസ്സിലാക്കുകയാണ്. And this man recognizes the need of this person. അവൻ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അധികാരമുള്ള വ്യക്തിയാണ്. If you think of a centurion, he has a power under him. ഇദ്ദേഹത്തിന് സ്വാധീന ശക്തിയുണ്ട്. He has influence. അവൻ ഇദ്ദേഹത്തിന് സമൂഹത്തിൽ സ്ഥാനവും അതുപോലെ തന്നെ മാനവും വിലയുമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. He has a certain position and privilege in the society. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ളതായ ഒരു ബോധമുള്ള വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. But we also recognize this man has a realization that the problem at hand is something he cannot solve. അപ്പോൾ അദ്ദേഹത്തിന് കഴിയില്ലാത്ത മേഖലകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മേഖലകളെ പരിഹരിക്കുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ആ വിശ്വാസത്തോടും നിശ്ചയത്തോടും കൂടിയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. He knows this
inability to solve this, and he comes with the certainty and faith to Jesus. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും എന്നെയും നിങ്ങളെയും ദൈവമായി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് ലഭിക്കാവുന്നതായ വിടുതൽ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ചിലത് ചെയ്തു കൂട്ടാമെന്നുള്ള ആമേൻ ധാരണയുടെ പുറത്താണ്. We are often our inability to have this deliverance from Jesus because we think we can solve it. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഭാരങ്ങൾ എനിക്ക് തന്നെ ചുമക്കാം. കഴിഞ്ഞ ദിവസം പ്രിയ സബിൻ പറഞ്ഞതുപോലെ എന്തിന് കർത്താവിനെ ശല്യപ്പെടുത്തുന്നു, കർത്താവിനെ എന്തിനെ നമ്മൾ അസഹ്യപ്പെടുത്തുന്നു എന്നുള്ളതായ ചിന്തയിൽ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ളതായ നിലയിൽ ഉള്ളതായ ആ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. We sometimes have an attitude, why bother Jesus with it? Let me carry my own troubles. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, നാം എല്ലാവരും ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെതായ ഒരു സൃഷ്ടി മാത്രമാണ്, നമുക്ക് പരിമിതികൾ ഉണ്ട്. May we remind ourselves, we are just a creation, we have limitations. നമ്മുടെ നിസ്സഹായതയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ എല്ലാറ്റിനും ഹല്ലേലൂയ കഴിവുള്ളവായ സർവശക്തനായ ദൈവം നമ്മുടെ വിഷയത്തിന് മതിയായവൻ എന്നുള്ളതായ ധാരണയോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. If we recognize our limitations and come to God knowing his power, he is a God who's able to help us. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെ അസഹ്യപ്പെടുത്തുന്നതായ വിഷയങ്ങൾ എത്ര സങ്കീർണമായാലും, നമ്മെ അസഹ്യപ്പെടുത്തുന്നതായ വിഷയങ്ങൾ എത്ര ആഴമുള്ളത് ആണെങ്കിലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇതിന് പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ എത്ര പേർക്ക് കഴിയും? No, how many of you can believe that no matter how deep and traumatic our problems are, we have a deliverance in Jesus? നമ്മുടെ മാനുഷികമായ ചിന്തകൾക്കോ ബുദ്ധികൾക്കോ യുക്തികൾക്ക് അപ്പുറമായി എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നതായ ആ വിഷയത്തിന്മേൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട്? How many of us have this faith that our God beyond our intellect is able to solve all our needs and problems? അവ ചുറ്റുപാട് നോക്കുമ്പോൾ ഹല്ലേലൂയ അതിനുള്ള സാഹചര്യങ്ങൾ ഒന്നും നമുക്ക് അനുകൂലമായി തോന്നത്തില്ലായിരിക്കാം. When we look around, we know the circumstances are unfavorable to അവൻ us. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെഞ്ചുറിയനെ കുറിച്ച്, ഈ ശതാധിപനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു യഹൂദനല്ലായിരുന്നു. ഹല്ലേലൂയ. സ്വന്തമായലേക്ക് കടന്നു വന്നത് കർത്താവ് പറഞ്ഞതുപോലെ സ്വന്തമായ ആ ഗണത്തിൽപ്പെട്ട വ്യക്തിയല്ലായിരുന്നു. എന്നിട്ട് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ആ അതിര് കടന്ന ഹല്ലേലൂയ യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി. The centurion was not a Jew. He is not considered one of their own, but beyond the boundaries he crossed over and he loved Jesus. അതെ, നമ്മുടെ അതിര് കടന്ന് വിശ്വസിക്കുവാൻ, ദൈവത്തെ വിശ്വസിക്കുവാൻ എത്ര പേർക്ക് ഇന്ന് പൽക്കാലം കഴിയും? How many of us can love beyond the boundaries? ഈ വിശ്വാസമാണ് ദൈവം കണ്ടിട്ട് ഹല്ലേലൂയ വിസ്മയിക്കുന്നത്, അതിശയപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എത്ര പേർക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയും? This is the faith that can amaze God. How many of us can this morning bring that faith into your life? ഇന്ന് പൽക്കാലം നാം ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഹല്ലേലൂയ സാങ്ച്വറിയിൽ കടന്നു വിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ എൻ്റെ ദൈവം പ്രവർത്തിക്കും, അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് ഹല്ലേലൂയ ആ ഒരു വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ നാം ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവിനെ പോലെ നിങ്ങളുടെ വിശ്വാസം അതിശയിപ്പിക്കും. How many of us can even before you leave the sanctuary have that perfect faith?
ആമേൻ. അത് എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, അത് നമ്മുടെ രോഗമാണെങ്കിലും നമ്മുടെ സങ്കീർണമായ വിഷയമാണെങ്കിലും ആമേൻ ഹല്ലേലൂയ, ആമേൻ അറിയാവുന്നതായ വിഷയമാണെങ്കിലും രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിലും ഹല്ലേലൂയ, അത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവത്തിനൊരു വിഷയവും ഹല്ലേലൂയ ആമേൻ അത് ഭയങ്കരമായ ഹാർഡായ കാര്യമേ അല്ല. No matter how personal, how problematic, it could be your diseases, nothing is too hard for our God. നാം ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 34-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. പിന്നെ വായിക്കുന്നത് സകല കട്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. Psalms 34:17, the righteous cry out and the Lord hears them and he delivers them from all their troubles. ആമേൻ. നിലവിളിക്കുന്നതിന് മുമ്പേ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായ ഏറ്റവും വലിയ ഉന്നതമായ ഒരു സംഗതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നിലവിളിക്കുന്ന വിഷയത്തെ കുറിച്ച് ഒരു ഹല്ലേലൂയ വിശ്വാസം ഉണ്ടായിരിക്കണം. Even before crying out to God, we need to have a faith. ഹല്ലേലൂയ, ദൈവവചനം പറയുന്നതായ വിഷയമാണ് സകല കട്ടങ്ങളിൽ നിന്നും, ഒന്നിനല്ല, രണ്ടല്ല, മൂന്നല്ല, അല്പമല്ല, സകലത്തിൽ നിന്നും. The word says not one, not two, but from all your troubles. ഇതാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതായ ഹല്ലേലൂയ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത്. This is how God works. രണ്ടാമത്തേതായ സംഗതി എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഫെയ്ത്ത് ട്രസ്റ്റ് ദി അതോറിറ്റി ഓഫ് ജീസസ് വേർഡ്. വിശ്വാസം യേശുവിന്റെ വചനത്തിൻ്റെതായ അധികാരത്തെ വിശ്വസിക്കുന്നു. The second point is the faith trust the authority of Jesus' word. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 8-ാമത്തെ വാക്യത്തിൽ എന്താണ് അവിടെ വായിച്ചത്? യേശു തൻ്റെ വീട്ടിൽ ഹല്ലേലൂയ വായിച്ചേ, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. The centurion replied in chapter 8 verse 8, Lord, I do not deserve to have you come under my roof. അദ്ദേഹം പറയുന്നത് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. He says, just say one word. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. My servant will be healed. ആമേൻ. എന്താണ് ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? What is it that we can learn from this man? ആമേൻ. ഇദ്ദേഹം ഹല്ലേലൂയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ റോമ ഗവൺമെന്റിൻ്റെതായ ഒരു ശതാധിപനാണ്. We know that this person is a centurion in the Roman government. ആമേൻ. അദ്ദേഹത്തിൻ്റെതായ ജോലിയോടുള്ള ബന്ധത്തിൽ സാമ്യപ്പെടുത്തിയാണ് കർത്താവിനോടുള്ളതായ ബന്ധത്തിൽ സർവശക്തനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം ആരാണ് എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ കർത്താവിൻ്റെ അടുക്കൽ വെളിപ്പെടുത്തുന്നത്. And he juxtaposes his authority to how Jesus works. ആമേൻ. അദ്ദേഹം പറയുകയാണ്, കർത്താവേ അവിടുന്ന് സർവശക്തനായ ദൈവം, He says you are an almighty God. അവിടുന്ന് ഹല്ലേലൂയ വളരെ ബദ്ധപ്പാടുകളുടെ മുമ്പിലാണ് ആയിരിക്കുന്നത്. You are facing a whole lot of trouble. അവിടുന്ന് സൃഷ്ടിതാവായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe you are a creator God. അങ്ങേക്ക് സകലത്തിന്മേലും അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe you have authority over all things. അങ്ങയുടേതായ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് അദ്ദേഹം അതായി വെളിപ്പെടുത്തുകയാണ്. And he reveals that to believe that one word can heal someone. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ വിശ്വാസത്തെ കുറിച്ച് ആമേൻ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ലജ്ജിച്ചു പോകേണ്ടതായ തരത്തിലേക്ക് ഞാനും നിങ്ങളുമായി തീരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. We must ask ourselves, compared to his faith, does our faith stand up or will we be ashamed of our faith? ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം പറയുകയാണ്, ഞാനും അധികാരത്തിന് കീഴിലുള്ളതായ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയോട് ഇത് ചെയ്യണ്ട അല്ലെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നെങ്കിൽ അങ്ങയുടെ ഒരു വാക്ക് മതി എൻ്റെ ദാസന് സൗഖ്യം വരുവാൻ. He says, I am a man under authority. If I say one word, it happens. I believe if you say this one word, my servant will be healed. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം
വിശ്വാസികൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്നുള്ള നാമം മാത്രം പോരാ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കേണ്ട വിധത്തിൽ സർവശക്തനാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അംഗീകരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവത്തെ അതിശയിപ്പിക്കും. This morning, let us not be namesake believers, but let us trust in God. When we ask Him, He will do it. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെതായ ആ വിശ്വാസം, യേശുവിനുള്ളതായ വിശ്വാസം പ്രകൃതിയിൽ, രോഗത്തിൽ, മാനവകുലത്തിൽ ആമേൻ ഹല്ലേലൂയ എന്തൊക്കെ കാണാമോ അതിലെല്ലാം ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ കർത്താവിന് അധികാരമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരിക. This man recognizes Jesus as authority over the creation, the nature and everything, and he recognizes and comes to Him. ദൈവമേ, നാം കൊണ്ടു നടക്കുന്നതായി വചനത്തെ നമ്മൾ കൊണ്ടു നടക്കുന്നതായി സമയത്ത് ഇത് വെറുതെ കൊണ്ട് നടക്കുവാനായിട്ടല്ല. ഈ വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഇത് ഇതിനെ കുറിച്ച് വായിക്കുന്നത് ഇരുവായ്ത്തലയുള്ളതായ ഹല്ലേലൂയ വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഹല്ലേലൂയ ഇതിന് സകലത്തെയും നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ തക്കവണ്ണം കഴിയും. The word that we carry with us, it is a living word. It is a double-edged sword. It can do anything it says it can do. ആമേൻ. ഹല്ലേലൂയ. അതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വചനം എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഏറ്റവും ശ്രദ്ധമായി അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ടതായ ഒരു കാര്യമാണ് വിശ്വാസം. If this word has to work in us, the most important thing that we need is to have the faith. നാം എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-1 പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു In എന്നാണ്. Hebrews chapter 11 verse 1 we see now faith is being sure of what we hope for and certain of what we do not see. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിൽ എനിക്കും നിങ്ങൾക്കും എന്ത് വേണമോ ഹല്ലേലൂയ അതെല്ലാം പരിഹരിച്ചു തരുവാൻ തക്കവണ്ണം കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you this morning can have this belief that when the word proceeds, that word will solve your needs? ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ആ വാക്ക് ഞാൻ പറയട്ടെ. എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് പരസ്പരം അറിയില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വാസത്തോടുകൂടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. If you have come to God and with faith, He knows your needs, He is able to work on it. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൻ്റെതായ ശക്തിക്ക് മാറ്റം വന്നിട്ടില്ല. Our God's word is not powerless. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? നമ്മുടെ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. Our God has not changed. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. His promises are unchanging. ദൈവവചനം പറയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോകും, ഹല്ലേലൂയ, എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. Heaven and earth will change, but the word will stay എന്ന് firm. പറഞ്ഞാൽ എൻ്റെ കർത്താവിന്റെ വചനത്തിന്റെ അധികാരത്തിന് മാറ്റമില്ല. The power and the authority of His word doesn't അവൻ change. ദൈവത്തിന്റെ വചനത്തിൻ്റെതായ അവർ ക്രിയേഷൻ പവറിന് മാറ്റം വന്നിട്ടില്ല. സൃഷ്ടിച്ച് നൽകുവാൻ ഹല്ലേലൂയ അസാധ്യമായതിനെ ഹല്ലേലൂയ സാധ്യമാക്കി നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Our God, the word is able to work and make the impossible possible. ഹല്ലേലൂയ. ദൈവമായ കർത്താവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. യേശുവിന്റെ അടുക്കലേക്ക് യേശുവുമായിട്ട് കടന്നുപോയതായ ശിഷ്യന്മാർ ഹല്ലേലൂയ അവര് ഹല്ലേലൂയ തണ്ട് വലിച്ച ആകപ്പാട് കുഴഞ്ഞു നിന്നപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു. And when the disciples were afraid, they tried all. They come to Jesus, will we be destroyed? ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? But what did Jesus do? അവൻ എഴുന്നേറ്റു. He stood up ഹല്ലേലൂയ. അവൻ കാറ്റിനെ ശാസിച്ചു.
He scolded the storms. ഹല്ലേലൂയ, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. And he commanded the sea to be still. ഇത്രയും പറഞ്ഞുള്ളൂ എൻ്റെ കർത്താവ്. This is all he said, Jesus. ഇത്രയും പറഞ്ഞാൽ മതി നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ കർത്താവിന്. In our problems, this is all he need to say. ഇത്രയും പറഞ്ഞാൽ മതി നിങ്ങളുടേതായ ഹല്ലേലൂയ നിങ്ങളെ കുഴപ്പിക്കുന്ന വിഷയത്തിന് മുമ്പിൽ എൻ്റെ കർത്താവിന് ഇത്രയും പറഞ്ഞാൽ മതി എന്ന്. To the troubles that break you, distress, this is all is required. ഇത്രയും കർത്താവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഹല്ലേലൂയ ശാന്തത ഉണ്ടാകും. If he says so much, there will be peace in your life. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റുകൾ ശമിക്കും. The storms will be stilled. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികളെല്ലാം മാറിപ്പോകും. If he says so much, your enemies will be ഇന്ന് crushed. പൽക്കാലം ആ വചനത്തിന്റെ ശക്തിയെ നമുക്ക് വിശ്വസിക്കാം. Can we believe in the power of the word? ആമേൻ. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന മൂന്നാമത്തെ ഭാഗത്തെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, faith is rooted in humility. അദ്ദേഹം പറയുന്നത് വിശ്വാസം എളിമയിൽ നിന്ന് അതായത് വരുന്നു ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. The third we will recognize is the faith is rooted in humility. അദ്ദേഹം പറയുന്നത് അത് ഞാൻ ആ ഒരു പോയിന്റ് എടുക്കുവാൻ തക്കവണ്ണമുള്ളതായ കാരണം ഇതാണ്. This is the reason I bring up this point. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. This is what he says, Lord, I do not deserve to have you come under my roof. ആമേൻ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഞാനോ നിങ്ങളോ അറിയാതോ ചില സംഗതികൾ നടത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതായ കൈകളുടെ പ്രവൃത്തിയെ കർത്താവ് സാധ്യമാക്കി തരുമ്പോൾ, വേദപുസ്തക വാക്യത്തിലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം എന്നെ കൊണ്ട് ഇത്രക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകാം, നിഗളമുണ്ടാകാൻ സാധ്യതയുണ്ട്. Now sometimes when we are able to do some things, he enables us, we have pride in our lives. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. One thing God hates the most and he stands against is the pride. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് ശതാധിപനെ നോക്കുവാൻ കഴിയും. Now here let's look at the centurion. ശതാധിപനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം റോമ ഗവൺമെന്റിൻ്റെതായ ഒരു ഉദ്യോഗസ്ഥനാണ്. Now we know he is working in the Roman government. ആമേൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ആമേൻ അദ്ദേഹത്തിന് അധികാരമുള്ള വ്യക്തിയാണ്. He's a man under authority. ഹല്ലേലൂയ. അദ്ദേഹത്തിന് അതുപോലെ തന്നെ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. He has societal influence. അദ്ദേഹത്തിന് ഏറ്റവും നല്ലതായ ട്രീറ്റ്മെന്റ് ലഭിക്കാവുന്നതായ ഹല്ലേലൂയ ഹോസ്പിറ്റൽ, നമ്മുടെ ഭാഷയിൽ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വ്യക്തിയാണ്. He has access to the best physicians and hospitals. ആമേൻ. എന്നാൽ ഇവിടെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങ് എന്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ളതായ നിലയിൽ തന്നെ സമർപ്പിക്കുന്നു. But what we see is humility, and he says, Lord, I don't deserve to have you under my roof. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നിഗളമെന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെതായ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നതായ ഒരു ഭയങ്കര ബാരിയറാണ്. Now pride is an obstacle to receiving God's blessing. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് പുകഴുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയിലല്ലാതെ മറ്റൊന്നുമില്ല. There is nothing for us to take pride in except his grace. ആമേൻ. ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്നതായ ദൈവജനത്തിന് ആമേൻ ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണമുള്ളതായ ദൂത് എന്ത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവജനം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ താഴ്ത്തി വീണ്ടും സമർപ്പിക്കുക. And here is a message for the church. Let us come and submit ourselves and be ആമേൻ. humble. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ ഇല്ലായ്മയെ നാം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. If we bring our emptiness to God, he will do wonders. ആമേൻ. പലരും ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. This is how many pray to God. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേണ്ടുന്നതായ വിധത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴടങ്ങാതെയാണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എൻ്റെയും നിങ്ങളുടെയും കുറവുകൾ എന്താണ്, പരിഹരിക്കേണ്ടത് എന്താണ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു വ്യക്തി ഹല്ലേലൂയ സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, ആയുധം വെച്ച് കീഴടങ്ങുക എന്നത്.
Now, many times we don't understand what perfect submission is. Like we say in our native language, is to surrender, laying down our weapons. ആമേൻ. നമുക്ക് ഹല്ലേലൂയ നമ്മൾ കൊണ്ട് നടക്കുന്ന പല ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. We carry many weapons with us. ഹല്ലേലൂയ നമ്മൾ കൊണ്ട് നടക്കുന്ന, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. And with the lack of time, let me move fast. പലപ്പോഴും നമുക്ക് സ്നേഹിക്കേണ്ട വിധത്തിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. We cannot often love the way we must love. പലരോട് നമുക്ക് ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നതായ അവസ്ഥയാണ്. We cannot sometimes love wholly. കാണുമ്പോൾ പ്രൈസ് ലോർഡ് ബ്രദറെ, പ്രൈസ് ലോർഡ് സിസ്റ്ററെ ഹഗ്ഗൊക്കെ ചെയ്യുന്നവരുടെ തന്നെയും എന്നിട്ട് എൻ്റെ അവസ്ഥയിൽ അവർ എന്നോട് ഇങ്ങനെയാണല്ലോ പ്രവർത്തിച്ചത്. അത് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ആയുധമാണ്. Now we may greet each other, praise the Lord, but sometimes we think about all the things. That is a weapon we carry. ദൈവമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് ഹിതമില്ലാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റിക്കളഞ്ഞിട്ട് കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിട്ട് വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. We must cast away everything that is against God and come in complete surrender. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെതായ അത്ഭുതത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Pray that way, then we can see the almighty power. നാം പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെതായ വചനം കേട്ടിട്ട്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കേട്ടിട്ട് പുരുഷാരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവരെ വിസ്മയിച്ചു. ഞങ്ങൾ ഇതുവരെയും ഇതുപോലുള്ള സംഭവങ്ങൾ കേട്ടിട്ടില്ല എന്ന് പുരുഷാരത്തെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. Now when we go through the gospel, the people that follow Jesus, they heard his word and the miracles, and they were often amazed and said, we've never seen anything like this. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് പുരുഷാരം അതിശയിച്ചെന്നുള്ളതാണ്. Now everywhere we read that the crowds were amazed. എന്നാൽ ഇവിടെ നടക്കുന്നത് പുരുഷാരം അതിശയിക്കുകയല്ല, കർത്താവ് അതിശയിച്ചു. Now here what we see, it is not the crowd but Jesus who's amazed. അതാണ് ഈ ശതാധിപന്റേതായ പ്രത്യേകത. That is the speciality of the ആ centurion. ഒരു പ്രത്യേകതയാണ് നമ്മുടെയും നിങ്ങളുടെയും വിശ്വാസ വിശ്വാസത്തിൽ വരേണ്ടത്. That is the speciality that you and I need in our faith. ആമേൻ. ഞാൻ ഇന്ന് പൽക്കാലം ഇതിനെക്കുറിച്ച് അല്പം കൂടെ ഞാൻ ഈ ദൈവവചനത്തിലൂടെ ഞാൻ അത് മെഡിറ്റേറ്റ് ചെയ്തതായ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, വിശ്വാസം എന്ന് പറയുന്നതായ ഒരു സംഗതി ഹല്ലേലൂയ ഒരു മാഗ്നറ്റ്, ഒരു കാന്തം പോലെയാണ്. Now as I was meditating, I thought about faith being like a magnet. ഹല്ലേലൂയ ഒരു ശക്തിയുള്ളതായ നല്ല പവർഫുള്ളതായ ഒരു മാഗ്നറ്റ് ഈ വഴിക്കൂടെ കൊണ്ടുപോയാൽ, Now if you take a very powerful magnet along the way, ഇപ്പോൾ ഇവിടെ ഇത്ര നമ്മൾ മനസ്സ് ചിന്തിക്ക് ഇഷ്ടം പോലെ ട്രാഷ് ഇവിടെ കിടപ്പുണ്ട്. now imagine this, there's a lot of trash lying around here. ട്രാഷിന്റെ കൂട്ടത്തിൽ നമ്മൾ വായിച്ച ബാഗ് ഉണ്ട്, നമ്മൾ വായിച്ചതായ അനേക ട്രാഷസ് ഉണ്ട്, അനേക തരത്തിലുള്ളതായ ഫ്ലവേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങളാണ് മനസ്സിൽ കൊണ്ടുവരിക. Now imagine there is bags and flowers and a whole lot of junk. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇരുമ്പ് കഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാത്രമേ ഈ ബാഗ്നെറ്റ് ആകർഷിക്കത്തുള്ളൂ. But if there is something iron in between that, the magnet is going to attract only that. ആമേൻ. ഹല്ലേലൂയ. ഈ കാന്തം കൊണ്ട് നിങ്ങൾ എത്ര ചുറ്റിക്കറങ്ങി നടന്നെന്ന് പറഞ്ഞാൽ, എത്ര ട്രാഷ് ഉള്ളതായ അല്ലെങ്കിൽ ചപ്പ് ചവറും കൂട്ടിയിരിക്കുന്നതായ സ്ഥലത്തൂടെ പോയാലും ഈ മാഗ്നറ്റിന് ഒരു വ്യത്യാസവും വരില്ല. പക്ഷെ ഇരുമ്പുള്ളിടത്ത് ഇത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ ആകർഷിക്കും. You can carry it through any trash, but if there is iron, the magnet will attract it. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. This is how our faith is. ഇന്ന് വൽക്കാലം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. We have all come together in the presence of God. കർത്താവേ, എന്നിൽ ഒരു വിശ്വാസം, കർത്താവേ എന്നെ ഒരു ഇരുമ്പ് കഷ്ണം എന്ന് പറഞ്ഞാൽ അങ്ങേ ഒന്ന് അവൻ ആകർഷിക്കുന്ന, അങ്ങ് അതിശയിക്കുന്ന നിലയിൽ, അങ്ങേ വിസ്മയിപ്പിക്കുന്ന നിലയിലുള്ള ഒരു വിശ്വാസം എനിക്ക് തരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of us can pray, God make me like an iron, like one that can attract your attention? അടുത്ത പോയിന്റ് നമ്മൾ വായിക്കുന്നത് faith that amazes Jesus, യേശുവിനെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം. The fourth point is the faith that amazes Jesus. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, I have not found anyone in Israel with such great faith. ഹല്ലേലൂയ. ഇസ്രായേലിൽ പോലും ഹല്ലേലൂയ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. I have not seen such great faith in all Israel. ദൈവമേ, ഇന്ന് നമുക്ക് ഈ വിശ്വാസം വേണമോ? How many want this faith this morning? ഈ വിശ്വാസം എന്നിലുണ്ടെങ്കിൽ
if we have this faith in us, ഈ വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ, if that faith is in you, അവൻ അങ്ങ് ദൂരെ പുരയ്ക്കകത്ത് ഹല്ലേലൂയ കിടക്കുന്നതായ ദാസനെ ഹല്ലേലൂയ അവിടെ നിന്ന് അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഈ വിശ്വാസത്തിന് കഴിയും. this faith can raise the paralyzed man lying in the home far away. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതായ ഈ ഇരിപ്പിലിരുന്നു കൊണ്ട് ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഭവനത്തിൽ നിങ്ങളുടേതായ വിഷയം വളരെ വിദൂരതയിലായിരിക്കാം, അല്ലെ ഇന്ത്യയിലായിരിക്കാം, അല്ലെങ്കിൽ ഗൾഫിലായിരിക്കാം. ഇന്ന് എവിടെ തന്നെ ആണെങ്കിലും കർത്താവ് ആ വിഷയത്തിന്റെ മുമ്പിൽ ഞാൻ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് എത്ര പേർ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many can pray with this faith? Your problem may be in India, it could be in Dubai, it could be far away, but when you pray this morning, ഹല്ലേലൂയ മറ്റാരും അനങ്ങാതിരിക്കുമ്പോൾ, മറ്റാർക്കും മാറ്റമില്ലാതിരുന്നപ്പോൾ, ശതാധിപനായിരിക്കുന്നതായ നേരത്തെ പറഞ്ഞ ഇല്ലസ്ട്രേഷനുള്ള ബന്ധത്തിൽ ശതാധിപനായിരിക്കുന്ന ഹല്ലേലൂയ ആ മനുഷ്യന്റെ വിശ്വാസം കർത്താവിനോട് ഒന്ന് അടുക്കുവാൻ തക്കവണ്ണം ഇടയായി. as I shared in that illustration, the centurion's faith was attracted to Jesus. ദൈവജനമേ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. This is what Jesus expressed from us. ഹല്ലേലൂയ. ഫിഫ്ത്ത് പോയിന്റ് നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ faith brings immediate result. വിശ്വാസം ഉടനടി ഫലം നൽകുന്നതാണ്. The fifth point is that faith will bring immediate results. ആമേൻ. അവിടെ കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത് വായിക്കുന്നത്, ആ നാഴികയിൽ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. This is what we read. Jesus said, go, it will be done just as you believed. And we read, in that moment his servant was healed. ദൈവജനമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ബാല്യക്കാരന് ഉടനടി സൗഖ്യം വന്നു. എന്നാൽ ഹല്ലേലൂയ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനടി സൗഖ്യം വന്നില്ലെങ്കിലും ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ ഹല്ലേലൂയ കഴിയുമെന്നുള്ളതിന് സംശയം വേണ്ട. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. When we pray, it may not happen immediately, but make no mistake, God will do as he says. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്നതായ ഹല്ലേലൂയ ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുള്ളവരായി തീരാം. May we be conscious of our needs this morning. കൺക്ലൂഷനിലോട്ട് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ അധികാരത്തിൽ വിശ്വസിക്കാം. In conclusion, let us believe in the authority of Jesus. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. Let us believe in his word. നമുക്ക് താഴ്മയോട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നടക്കാം. അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം. May we walk in humility and love our brethren. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തെ അതിശയിപ്പിക്കും. അത് മാത്രമല്ല, അതിൽ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ലാത്തതായ ഫലങ്ങളെ കാണുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. This will amaze Jesus and see the results that we have never seen. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ കർത്താവ് ദൈവമായി കർത്താവിൻ്റെതായ കരുതൽ നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി കർത്താവ് സഹായിച്ചുവല്ലോ. കർത്താവിൻ്റെതായ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, കേൾക്കപ്പെട്ടതായ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. ഈ ദിവസങ്ങളിൽ ദൈവം കർത്താവെ ഹല്ലേലൂയ കർത്താവ്